പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ 7 മണിക്കൂറിലധികം നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഒന്നും കിട്ടാതെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED മടങ്ങിയിരിക്കുന്നു. എക്സാലോജിക് CMRL കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത് എന്നാണ് ED വിശദീകരിക്കുന്നത്. എന്നാൽ വിജിലൻസ് കോടതി നേരത്തെ തള്ളിക്കളഞ്ഞ ഒരു കേസിനെ മുൻനിർത്തിയാണ് കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് ED ഇപ്പോൾ രാഷ്ട്രീയ വേട്ടയാടലിന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ ED പരിശോധന നടത്തുമ്പോൾ അതിനെ സ്വാഭാവികമെന്ന് പറഞ്ഞു തള്ളാൻ സാധിക്കില്ല. CMRL കമ്പനിയുമായി നടത്തിയ കോടികളുടെ ഇന്റർസെറ്റിൽമെന്റ് തീർപ്പുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കൃത്യമായി ഈ രേഖയിലുണ്ട്. നിലവിൽ VD സതീശൻ മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇവർ പണം കൈപ്പറ്റിയെന്ന് പരസ്യമായി സമ്മതിച്ചിട്ടും ഇതേ അന്വേഷണ ഏജൻസി നിശബ്ദരാകുന്നത് എന്തുകൊണ്ടായിരിക്കാം? വീണയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴി സുതാര്യമായി നടന്നതും കൃത്യമായി നികുതി അടച്ചിട്ടുള്ളതും കേവലം 2 കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഇടപാട് മാത്രമാണെന്നും കേരള ഹൈക്കോടതി തന്നെ മുൻപ് കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും പിണറായി വിജയന്റെ മകളായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വീണയെ നിരന്തരം ഇവർ ആക്രമിക്കുന്നത്. കേരളം കാണാൻ പോകുന്ന ഞെട്ടിക്കുന്ന BJP കോൺഗ്രസ് ഡീലുകൾ മറച്ചുവെക്കുന്നതിനുള്ള തുടക്കം മാത്രമാണിത്. VD സതീശന്റെ സീറ്റ് പ്രവചനവും വിസ്മയങ്ങളും ചാർട്ടേഡ് വിമാനത്തിലെ യാത്രയുമൊക്കെ വെറുമൊരു പൂക്കിത്തരമാണെന്ന് നിങ്ങൾ കരുതരുത്. കോൺഗ്രസിനുള്ളിൽ പോലും പലർക്കും അറിയാത്ത ഡീലുകളാണ് നടന്നിരിക്കുന്നതെന്ന് കരുതിയാലും അതിശയോക്തിയില്ല. എന്തായാലും കേരളത്തിൽ ED നടത്തുന്ന ഈ നീക്കങ്ങൾ കോൺഗ്രസിന്റെ പൂർണ്ണ ഒത്താശയോടെയും സഹായത്തോടെയുമാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഫാസിസ്റ്റ് ശക്തികളും ഇടതുപക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം.